വിശദാംശങ്ങളിലേക്ക്. ഇല്ല എന്നല്ല, പക്ഷേ എണ്ണത്തിൽ കുറവ്. സയൻസ്, ടെക്നോളജി, മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ്, IT, സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ്, ഗിഗ് വർക്കേഴ്സ് തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രം. With the passing of the Women's Reservation Bill, now so many dreams are set free. Millions of aspirations will now see a fruition. Our young and brilliant minds will be encouraged to stay behind and serve the Navabharat. We have only heard of one Shakuntala Devi, one Kalpana Chawla, one Kiran Bedi. With the passing of this Women's Reservation Bill under the leadership of the Honorable Prime Minister, Shri Narendra Modi ji, Navabharat will soon be empowered to cradle many more such brilliant Indians. സ്ത്രീകളെ ദേവതമാരായി ആരാധിച്ച് പോരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യയുടേത്. എന്നാലും പല മേഖലകളിൽ അവർ അടിച്ചമർത്തിപ്പെട്ടവരായി കരുതപ്പെടുന്നു. കഴിവും നിശ്ചയദാർഢ്യവും ഉള്ള നമ്മുടെ യുവതികൾക്ക് വിശാലമായ ആകാശത്തേക്ക് ആദ്യത്തെ ചുവടുവയ്പ് ആവട്ടെ വനിതാ സംവരണ ബിൽ എന്ന് ആശംസിക്കുകയാണ്. परम आदरणीय प्रधानमंत्री जी, आपने हमें महिला विमेंस रिजर्वेशन बिल से सशक्त किया और अब हम सब महिलाएं मिलके आपके नेतृत्व में नव भारत के निर्माण में बढ़ चढ़कर सहयोग करेंगी. There have been many leaders in the past, men and women, but we live in the time of a fantastic leadership that has actually seen the passing of the Women's Reservation Bill. So I'm hugely thankful for the Honorable Prime Minister Narendra Modi ji's leadership. ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാനും ഏവ പ്രതീക്ഷയോടെ വനിതാ സംവരണ ബില്ലിനെ നോക്കി കാണുന്നു. ശ്രീ മോദിജിയോടൊപ്പം പങ്കിടാൻ അവസരം തന്നതിന് എൻ്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുന്നു. ജയ് ഹിന്ദ്. മഹിളാ സമ്മേളന വേദിയിൽ സംസാരിക്കുകയായിരുന്നു നടി ശോഭന. വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് പല തവണ എടുത്തു പറയുകയുണ്ടായ ശോഭന സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കും ഈ വനിതാ ശാക്തീകരണ ബില്ലെന്നാണ് ശോഭന പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇപ്പോൾ നടി ശോഭന അവിടെ എത്തിയവരെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. ബഹിരാകാശ നേട്ടങ്ങൾ, സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള നേട്ടങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലുള്ള നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ പലതവണ ശോഭന എടുത്തു പറഞ്ഞത് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ശോഭനയുടെ പ്രസംഗം? ഒരു ചുരുക്കം. ക്രിസ്റ്റിന, ഈ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയതിനു ശേഷം ആദ്യം നടക്കുന്ന ഒരു പൊതുയോഗമാണ്. കാര്യം ഇതിനകത്ത് ഇവർ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചതും ഇത്തരത്തിൽ ഈ വനിതാ ബില്ലിന്റെ നേട്ടങ്ങളെ കുറിച്ച് തന്നെയാണ്. ശോഭനയുടെ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നതും അത് തന്നെയാണ്. അത് ഇനി സംസാരിക്കുന്നവരും അത്തരത്തിലുള്ള ഈ വനിതാ ബില്ലിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരിക്കും നടത്തുക. കാരണം 7 വനിതാ രത്നങ്ങൾ അവർ പങ്കെടുക്കും, ഈ ബില്ലിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർ സംസാരിക്കും എന്നുള്ളതാണ് നേതൃത്വവും വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ കാത്തിരിപ്പ് തുടരുകയാണ്. പ്രധാനമന്ത്രിയെ കാത്ത് മണിക്കൂറുകളോളം നിൽക്കുന്ന BJP പ്രവർത്തകരെയാണ് നമുക്ക് ഈ റോഡിന് ഇരുവശവും കാണാനാകുന്നത്. കാരണം 12 മണിയോടൊക്കെ കൂടി ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയതാണ്. നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. 12 മണിയോടുകൂടി ഈ ബാരിക്കേഡിന് ഇരുവശത്തായി നിലയുറപ്പിച്ച ആളുകളാണ്. അവർ ഇപ്പോഴും ഈ കാത്തു നിൽക്കുകയാണ്. ഒരു 2-3 മിനിറ്റിനകത്തേക്ക് 3 മിനിറ്റിനുള്ളിൽ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ഈ നമ്മൾ നിൽക്കുന്ന ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്കായിരിക്കും അദ്ദേഹം വന്നിറങ്ങുക. ഇവിടെ അദ്ദേഹത്തിന് ഈ നേതൃത്വം ഒരു സ്വീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ, പ്രത്യേകം അലങ്കരിച്ച ഗുജറാത്തിൽ നിന്നെത്തിച്ച വാഹനം, അത് അദ്ദേഹം പല റോഡ് ഷോകളിലും ഈ വാഹനത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. ആ വാഹനത്തിൽ അദ്ദേഹം തൃശ്ശൂരിലും 1 കിലോമീറ്ററിലധികം ദൂരം റോഡ് ഷോ നടത്തും. അതിനുശേഷമായിരിക്കും ഈ തേക്കിൻകാട് മൈതാനത്തെ പൊതുസമ്മേളനത്തിലേക്ക് അദ്ദേഹം പോവുക. എന്തായാലും പ്രവർത്തകരൊക്കെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയാണ്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം അതായത് തൃശ്ശൂർ നഗരം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം
ഇടറോഡുകളിലടക്കം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ പ്രധാന വേദിയായിട്ടുള്ള ഈ തേക്കിൻകാട് മൈതാനിയിലെല്ലാം തന്നെ സ്ത്രീകളെ കൊണ്ടും വനിതകളെ കൊണ്ടും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടറോഡുകളിലാണെങ്കിൽ പുരുഷ പ്രവർത്തകർ അങ്ങനെ തുടങ്ങി ഒരു വലിയ ജനവിഭാഗം പല ഭാഗങ്ങളിലായി തമ്പടിച്ചിരിക്കുന്നു. പലപ്പോഴും ഇവർ ഇങ്ങോട്ടേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രതിസന്ധി പോലീസിനും സൃഷ്ടിക്കുന്നുണ്ട്. നേരത്തെ എല്ലാം ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇന്ന് വരെ ഇല്ലാത്ത തരത്തിൽ, നേരത്തെയും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായ വേളയിലൊന്നും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് പോലും കർശന നിയന്ത്രണങ്ങളുണ്ട്. അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകരെ മാത്രമാണ് നിലവിൽ ഈ വേദിയിൽ പോലും നിർത്തിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ നിയന്ത്രണങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റോഡിൽ ഒരു തരത്തിലുള്ള ആരെയും റോഡിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാരണം രണ്ട് തരത്തിൽ ബാരിക്കേഡ്, അത് രണ്ട് ലൈനുകളായി തിരിച്ചുകൊണ്ട് ബാരിക്കേഡുകൾ വെച്ചുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സുരക്ഷാ വലയത്തിന് നടുവിലേക്കാണ് പ്രധാനമന്ത്രി വന്നിറങ്ങുക. ഈ നമ്മുടെ തൃശൂർ പൂരത്തെ സംബന്ധിച്ച് ഈ പൂരം കൊട്ടിക്കയറുന്ന പോലെ, അല്ലെങ്കിൽ പൂര വിളംബരം പോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു നിമിഷം, ആ തുടക്കം കുറിക്കുന്ന റോഡ് ഷോ, അതിനുവേണ്ടിയാണ് ഈ പ്രവർത്തകർ എല്ലാവരും തന്നെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സർക്കാരിനെതിരെയുള്ള, അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുന്ന വിഷയങ്ങൾക്കകത്ത് കൃത്യമായ ഒരു മറുപടി അത് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഈ സാധാരണ സംസാരിക്കുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇതാ ഒരു പൈലറ്റ് വാഹനം ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഒരു പൈലറ്റ് വാഹനം ഇപ്പോൾ ജില്ലാ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഈ പൈലറ്റ് വാഹനം ഇവിടെ എത്തിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തും. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാർ ഉയർത്തുന്ന വലിയ വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു മറുപടി അത് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ എല്ലാം ഇവിടെ എത്തിയ സമയത്തും ഈ സർക്കാർ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി എന്ന വലിയ വിമർശനത്തിന് മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മറുപടി പറയാൻ പ്രധാനമന്ത്രി തൃശ്ശൂരിലെ വേദിയിൽ എത്തുമ്പോൾ സർക്കാരിനെ പോലും വിറപ്പിച്ച ഇടുക്കിയിലെ മറിയക്കുട്ടിയെ ഒപ്പം ഇരുത്തിക്കൊണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ മോദി സംസ്ഥാന സർക്കാരിന്റെ വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറയുക. അത്തരത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ ആദ്യ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങി എന്ന് വേണം നമുക്ക് കരുതാൻ. ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാം ഒരു പോലീസ് ജീപ്പുണ്ട്. ആ വാഹന വ്യൂഹത്തിന് തൊട്ട് മുന്നിലുള്ള വാഹനമാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. അതാ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തും. ഇവിടെയാണ് അദ്ദേഹത്തിന് BJP പ്രവർത്തകരുടെ ഊഷ്മളമായ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. ഈ പൂര വിളംബരമൊക്കെ തുടങ്ങുന്ന നാടാണ്. കാരണം തൃശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരം നെഞ്ചേറ്റുന്ന നാടാണ്. ആ നാട്ടിൽ പൂരം തുടങ്ങുന്ന സമയത്ത് ഒരു പൂര വിളംബരം ഉണ്ടാകാറുണ്ട്. ആ പൂര വിളംബരത്തിന് ശേഷം ഈ തൊച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ നട തുറന്ന് വന്നതിന് ശേഷമാണ് ഈ പൂരത്തിലേക്കൊക്കെ പോവുക. അതുപോലെ തന്നെ ഇവിടെ ഇതാ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന നിമിഷം പ്രധാനമന്ത്രി അല്പസമയത്തിനകം നമ്മുടെ ഈ ഫ്രെയിമിൽ അദ്ദേഹം വന്നിറങ്ങിയതിനു ശേഷം അവിടെ നിന്നും അദ്ദേഹം ഈ വാഹനത്തിൽ കയറി ഈ റോഡ് ഷോ ആരംഭിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കും. രാജ്യത്ത് തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന ആദ്യ റോഡ് ഷോ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഒരു നിമിഷം അതാണ് തൃശൂർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം BJPയെ സംബന്ധിച്ച് A ക്ലാസ് മണ്ഡലം എന്ന് കരുതുന്ന മണ്ഡലം, വിജയിച്ചു കയറാൻ കഴിയും എന്ന് കരുതുന്ന മണ്ഡലം, സുരേഷ് ഗോപിയെ പോലൊരു താര സ്ഥാനാർത്ഥി തൃശൂരിൽ വീണ്ടും എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തകർ തന്നെ ചുവരെഴുത്തുകൾ തുടങ്ങിയ പ്രദേശം, ആ മേഖലക്കകത്ത് പ്രധാനമന്ത്രി എത്തിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഇവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.